പരീക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. പരിശുദ്ധ പട്ടുമല മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇന്നായിരിക്കുന്ന ദൈവമക്കളെ പരിശുദ്ധ പട്ടുമല മാതാവിൻ്റെ തിരുനാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ കൃപകളും സൗഖ്യവും വിടുതലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് സ്നേഹത്തോടെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ നോക്കുകയായിരുന്നു പട്ടുമല മാതാവിൻ്റെ തിരുനാളിന് ആരൊക്കെയായി വന്നിരിക്കുന്നതെന്ന്. ഈശോതമ്പുരാൻ വന്നിട്ടുണ്ട്, യൗസേപ്പ് പിതാവ് വന്നിട്ടുണ്ട്, അന്തോണീസ് പുണ്യാളൻ വന്നിട്ടുണ്ട്. അടുത്ത ആരാണോ? അൽഫോൺസാമയാണെന്ന് എനിക്ക് തോന്നണേ, മുഖം കണ്ടില്ല. അൽഫോൺസാമ നിങ്ങളെ നോക്കി നിൽക്കുക. പിന്നെ ഉള്ളത് നമ്മുടെ മദർ തെരേസയാണ്. നമ്മളെ സകല വിശുദ്ധരും ഇവിടെ വന്നിട്ടുണ്ട് ഈ പെരുന്നാളിന്. പരിശുദ്ധ പട്ടുമല മാതാവിൻ്റെ തിരുനാളിൽ സ്വർഗം മുഴുവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കുക. മാലാഖമാരി ചുറ്റുപാടുമൊക്കെ ഇങ്ങനെ നിൽക്കുക, കാലാവസ്ഥയൊക്കെ ഇങ്ങനെ നിയന്ത്രിച്ച് ഇങ്ങനെ മാലാഖമാരുടെ ചിറകിൻ്റെ കീഴിൽ കാത്തിരിക്കുക. നിങ്ങളെല്ലാം വീട്ടിൽ നിന്ന് അവർ കൂട്ടിക്കൊണ്ട് വന്നതാണ്. ദൈവമക്കളെ, ഒരു കൃപയിലും അഭിഷേകത്തിലുമൊക്കെ ജീവിക്കുന്നവരില്ലേ നമ്മൾ. ഇന്ന് രാവിലെ വിമലഗിരി കത്തീഡ്രലിൽ വന്നൊരു കുടുംബം പറയിച്ചാൽ ഞങ്ങളിവിടെ നിൽക്കുന്നത് ഒരു അത്ഭുതമാണ്. വെളുപ്പാങ്കാലത്ത് വള്ളിയിലേക്ക് ചങ്ങനാശ്ശേരി അപ്പുറത്തുനിന്ന് മറ്റേ വന്നതാണ്. ഇവരുടെ വണ്ടി മീൻ കയറ്റുന്നു. വെളുപ്പാങ്കാലത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. മീൻ വണ്ടി വന്ന് ഇവരുടെ വാഹനത്തെ ഇടിച്ചില്ലെന്ന് പറഞ്ഞത് ചവിട്ടി നിൽക്കുക. അമ്മ പറയുക, അത്ഭുതത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇതാ മാലാഖ കയറി ഇടയ്ക്ക് നിൽക്കുക. വേറൊരു കുടുംബം കുർബാന തുടങ്ങിയപ്പം ഓടിച്ചാടി മുമ്പോട്ട് വരിക. പള്ളിയുടെ വാതുക്ക വന്നിട്ട് ഓടി അകത്തേക്ക് വന്ന് മുമ്പിൽ നോക്കുമ്പോൾ ഇരിക്കാൻ സ്ഥലമില്ല. ഇവരുടെ ആവേശമൊക്കെ കണ്ടും ഞാൻ നോക്കുമ്പോൾ അങ്ങ് സൈഡിൽ 2 കസേര കിടപ്പുണ്ട്. ഞാനിപ്പോൾ അതൊക്കെ കൈ കാണിച്ചു. അവർക്ക് ഭയങ്കര സന്തോഷമായി. ഓടി പള്ളിയിലേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ മകള് തിരുവനന്തപുരത്ത് ഏതോ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ഈ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ കണ്ടുവച്ചു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് വിമലാംബിക തന്ന കുഞ്ഞാണച്ചു. ഷീസ് എ ഡോക്ടർ. ഐ തിങ്ക് ഷീസ് എ ഗൈനക്കോളജിസ്റ്റ്. 5-8 വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞിനെ പിടിച്ച് ദൈവസന്നിധിയിൽ നിന്ന് സാക്ഷ്യം പറയുക. അവർ പ്രാർത്ഥിച്ചു മാറി. അവരുടെ ചേച്ചി, അവരുടെ സ്വന്തം സിസ്റ്റർ ഇങ്ങനെ വന്നു പ്രാർത്ഥിക്കാൻ. അവർ ആൺകുട്ടിയും പെൺകുട്ടിയും കിടന്നിപ്പുണ്ട്. ആൺകുട്ടിയെ കാണിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പേര് ഞാൻ ഓർക്കണില്ല, ക്രിസ്റ്റോ എന്നോ മറ്റോ ആണ്. അവനെ കാണിച്ചിട്ട് വെച്ചാൽ 10 വയസ്സ് വരെ ഈ കുഞ്ഞ് സംസാരിക്കില്ലായിരുന്നു. 10 വയസ്സ് വരെ ഈ കുഞ്ഞ് സംസാരിക്കില്ലായിരുന്നു. ദൈവങ്ങളെ പറയുക, ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചോ, ഞങ്ങളുടെ കുഞ്ഞിന് സംസാരശേഷി കിട്ടി. പൊന്നുമക്കളെ, ഞാനിത് പറയുന്നത് ദൈവത്തിൻ്റെ പബ്ലിസിറ്റി പറയാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാനിത് പറയണത്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഹിയർ. ഇവിടെ ഒന്നും അസാധ്യമല്ല. ആർക്കായി വാഗ്ദാനം കിട്ടിയത് നമുക്കറിയാം. ലൂക്കാസ് വിശേഷത്തിൽ പരിശുദ്ധമ്മയോട് പറഞ്ഞു കൊടുക്കുന്ന വാക്യമല്ലേ അത്? ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവമക്കളെ, സാധ്യതയുടെ വാതിലിൻ്റെ പേരാണ് പരിശുദ്ധ മറിയം. ഈ വാതിൽ തുറന്നാൽ, പത്രോസിനോട് പറഞ്ഞു, നിനക്ക് ഞാൻ താക്കോൽ ഏൽപ്പിക്കുന്നു, നീ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുവാനുള്ള താക്കോല്. ഹു ഈസ് പീറ്റർ? ആരാ പത്രോസ്? യേശു കർത്താവാണ്, ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണ് എന്ന് ഏറ്റു പറഞ്ഞവനാണ് പത്രോസ്.
ആര് യേശു ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ദൈവമക്കളെ, അവർക്ക് കിട്ടുന്ന ഒരു വരമാണ് ഏത് വാതിലും തുറക്കാനും ഏത് വാതിലും അടയ്ക്കാനുമുള്ള ഒരു കൃപ. ഈ ഒരു വലിയ കൃപയിലേക്ക് ദൈവം ഉയർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരാണ് നമ്മൾ. മറിയം ഒരു വാതിലായി മാറുന്നു, മറിയം ഒരു ഭവനമായി മാറുന്നു, മറിയം ഒരു വീടായി മാറുന്നു, മറിയം ഒരു കൂടായി മാറുന്നു. പറഞ്ഞു വന്നത് ഇതാണ്, കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാനായിട്ടുള്ള ചികിത്സ ചെയ്യാൻ അറിയുന്ന ഡോക്ടറിന് കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടി വരേണ്ട ഇടം ദൈവസന്നിധി. ദൈവസന്നിധി. അവളെ ഇന്ന് വേറൊരു കുടുംബം വന്നു, മറ്റൊരു മതത്തിലെയാ. ചെറുക്കൻ ഇങ്ങനെ പിച്ച വരിക, കൈയൊക്കെ ഇങ്ങനെ തളർന്നുപോയി, ഞരമ്പിന്റെ ബലം കുറഞ്ഞു, മസിലുകൾ ചുരുങ്ങുക. ഈ പയ്യനിങ്ങനെ അപ്പനും അമ്മയും രണ്ടു വശത്ത് നിന്ന് ഇങ്ങനെ പിടിച്ച് കൊണ്ടുവന്ന് പള്ളിയുടെ അങ്ങോട്ട് കയറ്റിക്കൊണ്ടുവരിക. പിന്നെ പിച്ച വെച്ച് ബിടെക് കഴിഞ്ഞ കൊച്ച, എവിടെയോ ജോലി ചെയ്തുകൊണ്ടിരുന്നവനെ പെട്ടെന്നൊരു രോഗവീടാണ്. ഡോക്ടർമാർ ചികിത്സയില്ലെന്നാ പറഞ്ഞത്. അല്ലേ ഡോക്ടറെ? ആ ഡോക്ടർ ആ മരുന്നിന് അസുഖത്തിന് ചികിത്സയുണ്ടോ? ഞരമ്പ് ചുരുങ്ങുന്ന, മസിൽ ചുരുങ്ങുന്ന ഒരു പ്രത്യേകതരം രോഗം. കൈവിട്ട ഇവന് ഉരുണ്ട് വീഴും, ഇവന് പിടിച്ചു താങ്ങിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. ദേവങ്ങളെ, അത്ഭുത പ്രവർത്തനത്തെ വിശേഷം പറയില്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കല്ല എന്നെ. എങ്ങും പോകാനില്ലാത്തവന് വരാനുള്ള ഇടത്തിന്റെ പേരാ ദൈവസന്നിധി. If you have nowhere to go, nobody can help you, nobody can save you. There is a God. ഒരു ദൈവമുണ്ടടാ കുട്ടാ. നിനക്ക് പോകാനിടമില്ലെങ്കിൽ നിനക്ക് വരാനിടം, അതാണ് ദേവാലയം. ഈ മലമടക്കുകളെ സംബന്ധിച്ച് ഇല്ല മക്കളെ, എനിക്ക് തോന്നി കേരളത്തെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഒരു ദേവാലയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞതാ. ഈ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു ദേവാലയം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞതാ. വാതിലുകൾ 24 മണിക്കൂർ തുറന്നിട്ടിരിക്കുന്ന, ആർക്കും കടന്നു വരാവുന്ന, പ്രാർത്ഥിക്കാനും വിലപിക്കാനും അവസരമുള്ള പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട മറ്റൊരിടമുണ്ടോ? മാതാവിന്റെ പ്രത്യേകതയൊന്നും അല്ല മക്കളെ, നിങ്ങളുടെ കണ്ണീരിന്റെ പ്രത്യേകതയാണ് ഇത്. മാതാവിനെ പാമനാറും കഴിഞ്ഞ് ഈ പട്ടുമല മലയിൽ വന്ന് പ്രത്യക്ഷപ്പെടുന്ന കാര്യമൊന്നും മാതാവിനില്ല. പക്ഷേ ഇവിടെ മഞ്ഞ് പെയ്യുന്നത് പോലെ ഇവിടെ വീഴുന്ന കണ്ണീർത്തുള്ളിക്ക് മഴ പെയ്ത് മഴ പെയ്യുന്നത് പോലെ ഇവിടെ വീഴുന്ന കണ്ണീർത്തുള്ളിക്ക് ഉത്തരം കൊടുക്കാൻ പുത്രൻ തമ്പുരാൻ പറഞ്ഞു, അമ്മ പോ. അമ്മയെ പറഞ്ഞു വിട്ടിരിക്കുക മക്കളെ. ജീവിതത്തിന്റെ ഭാഗ്യമാണ്. കയ്യിലിരിക്കുന്ന ജപമാലയൊക്കെ ഈ അമ്മക്കൈയുടെ ഭാഗ്യമാണ്. അമ്മയുടെ കൈക്ക് പിടിച്ച ഒരു ഭാഗ്യമാണ് ദൈവമക്കളെ. ഒരു വിശ്വാസിയായിരിക്കുന്നത്, ഒരു ജപമാല നിന്റെ കയ്യിലുണ്ടെങ്കിൽ യു ആർ മോർ സേഫ്. നിനക്കുള്ള നിന്റെ ഏറ്റവും വലിയ സുരക്ഷിതത്വത്തിന്റെ പേരാണ് ജപമാല എന്നറിയാമോ? നിന്റെ കഴുത്തിന് ചുറ്റും ദൈവത്തിന്റെ സംരക്ഷണമുണ്ട്, നിന്റെ ജീവിതത്തിന് ചുറ്റും മാലാഖമാരുണ്ട് എന്നതിന്റെ തെളിവ് പറയട്ടെ. നീ ജപമാല ചൊല്ലുന്ന വ്യക്തിയാണെങ്കിൽ make sure that the angels are around you. മാലാഖമാർ നിന്റെ ചുറ്റിനുമുണ്ട് മക്കളെ. അമ്മ വാഴ്ത്തപ്പെടുന്നിടത്ത് നൃത്തം ചെയ്യുവാൻ മാലാഖമാരുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ജപമാലയുടെ ഭാഗ്യം, ജപമാലയുടെ ഭാഗ്യം, അമ്മ മാതാവിന്റെ ഭാഗ്യം ഇതാണ്. ഞാൻ വചനവുമായിട്ട് ബന്ധപ്പെട്ട് തന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നൊരു ബോധ്യം ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞ് നമുക്ക് കുർബാനയുടെ ബാക്കി പ്രാർത്ഥിക്കണം. യൂദിത്തിന്റെ പുസ്തകം 8-ാം അധ്യായമാണ്. യൂദിത്ത് വിധവയാണ്. ഭർത്താവ് മരിച്ചുപോയവള്. യൂദിത്തിന്റെ ഭർത്താവ് മനാസെ. ഇതാ അവൻ വയലിൽ പണിയെടുക്കുമ്പോഴത്തേന് വിധവയായി അവൻ വീണ് മരിച്ചു. അവള് വിധവയായി തീരുക. ഇത് മോസ്റ്റ് സോഫുൾ എക്സ്പീരിയൻസ് അല്ലേ ഇത്? ഒരു വിധവയായ സ്ത്രീയുടെ സങ്കടം. ഇന്നൊരമ്മ വന്ന് എൻ്റെ മുമ്പിൽ നിന്ന് കരയുന്നത് കണ്ടു. ഒരു വിധവ വന്ന് കരയുന്നത് കണ്ടു. 2 മക്കൾക്കും മാനസിക രോഗമാണെന്ന് പറഞ്ഞ് വാവിട്ട് നിലവിളിക്കുന്ന ഒരമ്മ. അങ്ങനെ മോസ്റ്റ് മിസറബിളിനോ? ഒരു മാനസിക രോഗത്തിന് എന്ത് മരുന്ന് എഴുതി കൊടുക്കാനുള്ളത്? ഒരു മാനസിക രോഗി, കുഞ്ഞുങ്ങള്, കുടുംബത്തിലെ ദുരന്തം കണ്ട് മക്കളുടെ മനസ്സ് മരവിച്ചപ്പം, മനസ്സിന് രോഗം പിടിച്ചപ്പം
മനസ്സിന് രോഗം പിടിക്കാതെ ഒരു അമ്മ നിൽക്കുക. ഒരു സ്ത്രീ കരുത്താ മക്കളെ, സത്യവാ. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബലമുള്ളത് സ്ത്രീക്കാണ്. കൈക്കരുത്ത് പുരുഷനാണെങ്കിൽ ഒരു കരുത്തുള്ളവൾ അവൾ സ്ത്രീ തന്നെയാണ്. ഒരു കുടുംബത്തിന്റെ ഏത് പ്രതിസന്ധിയിലും ഇത്ര ബലത്തോടെ നിൽക്കുന്നവര്. വേറൊരമ്മ എൻ്റെ അടുക്ക വന്നു. അമ്മ എന്നോട് പറഞ്ഞത്, ഭർത്താവിനെ കയറ്റി എൻ്റെ അടുക്കലേക്ക് നിർത്തിയിട്ട് പറഞ്ഞു, ഇനി ഹോസ്പിറ്റലിലേക്ക് ചെല്ലണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുക. കള്ളു കുടിച്ച് കരൾ മുഴുവൻ പോയിരിക്കുക. പ്രാർത്ഥിച്ചെല്ലാം നിർത്തിയൊക്കെ പോയ മനുഷ്യരെ വീണ്ടും പോയി കള്ളു കുടിച്ച് വീണ്ടും ഹോസ്പിറ്റലിൽ. അവർ കേൾക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറയുക, ഈ മനുഷ്യനെ ഞാൻ പറഞ്ഞു, ഇനി കുടിക്കുന്ന അന്ന് താൻ ചത്തുപോകും. എൻ്റെ ഭാഷ എങ്ങനെയാണ്? പല തവണ തമ്പുരാൻ കൈക്ക് പിടിച്ച്, യു ഗോട്ട് 1000 chances, ഇനിയില്ല, ഇനി നീ കുടിച്ചാൽ നീ ചത്തുപോകും, അങ്ങനെ തന്നെ പറഞ്ഞു. ദൈവമേ, റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഇത് യൂട്യൂബിൽ വരാനുള്ളതാണല്ലോ, കുഴപ്പമില്ല. അതിനുശേഷം ഈ അമ്മ മാറി നിന്ന് പറഞ്ഞ, ഒറ്റ മോളേ ഉള്ളൂ, കുഞ്ഞുങ്ങളുണ്ടാവുന്നില്ലായിരുന്നു. ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഒരു ഫാലോപ്പിൻ ട്യൂബ് കട്ട് ചെയ്തു. രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ അടുത്ത ദിവസങ്ങളിൽ രണ്ടാമത്തതും കട്ട് ചെയ്തു. അമ്മ പറയും, ഞാൻ എങ്ങനെ ചേട്ടനോട് ഇത് പറയിവെച്ച? അവങ്ങൾ ഇത്രമാത്രം നൊമ്പരമൊക്കെ ഇങ്ങനെ താങ്ങി നിൽക്കുന്ന മനുഷ്യര്. ദൈവം നൽകുന്നൊരു പ്രത്യേകതയാണ്, ഈ വേദനകളെയൊക്കെ പ്രാർത്ഥനകളാക്കി മാറ്റുവാൻ കരുത്ത് ഒരു അമ്മയ്ക്കുണ്ട്, ഒരു സ്ത്രീക്കുണ്ട്. She transforms it. പൊന്നമ്മമാരെ ജീവിതത്തിലെ ദുഃഖങ്ങളും വേദനകളും ഒക്കെ വേദനയാക്കി മാറ്റാതെ let it be turned into prayer. അതൊരു ആരാധനയായിട്ട് മാറട്ടെ, അതൊരു പ്രാർത്ഥനയായി മാറട്ടെ. സങ്കടം പറഞ്ഞിട്ട്, സങ്കടങ്ങൾ ദുരന്തമാണ്. സങ്കടം പുറപ്പെടുവിക്കുന്ന ആസിഡാണ്. പ്രാർത്ഥിക്കുമ്പോൾ പോസിറ്റീവ് ഹോർമോൺസ് ഉണ്ടാവും. പ്രാർത്ഥിക്കുന്ന വ്യക്തി പോസിറ്റീവ് ഹോർമോൺ. നീ നിരാശപ്പെട്ടിരിക്കുമ്പോൾ നിന്റെ വയറ് പോലും കത്തിപ്പോകും, ആസിഡ് ഉണ്ടായിട്ട്. നമ്മൾ ഈ എനർജി ഒന്ന് ട്രാൻസ്ഫോം ചെയ്തേ. ഒത്തിരി സങ്കടമുള്ളവര് ഒത്തിരി പ്രാർത്ഥിക്കണം, ഒത്തിരി വിഷമിക്കുന്നവര് ഒത്തിരി ദൈവസേനയിൽ വന്നിരിക്കണം. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഠിപ്പി. നോക്കാം, യൂഥത്തിലേക്ക് വരാം. അവള് വിധവയായി തീർന്ന് 3 കൊല്ലവും 4 മാസവും വീട്ടിലടച്ചിരിക്കുക. അവൾ പുരമുകളിൽ ഒരു കൂടാരം നിർമ്മിച്ചു, ആരും കാണാതിരിക്കാൻ. മുകളിലൊരു വീട്, ഒരു മുറി പണിതു. യെരൂശലേമിൻ്റെ നേരെ ഒരു ജനലുള്ള മുറി. യെരൂശലേമിൻ്റെ നേരെ ജനലുള്ള ഒരു മുറി പണിത് തൻ്റെ വീടിൻ്റെ മുകളിൽ വസിക്കുന്ന യെരൂശലേമിൻ്റെ ദൈവത്തെ, യഹോവയായ ദൈവത്തെ ആരാധിക്കുന്ന യൂദിത്ത്. നോക്കിയ മക്കളെ, ഇവള് വിധവയാണോ അതോ ഇവള് രാജ്ഞിയാണോ? പ്രാർത്ഥിക്കുന്നവര് വിധവകളല്ല മക്കളെ, പ്രാർത്ഥിക്കുന്നവര് ഒരു രാജ്യത്തിന്റെ രാജ്ഞിയായിട്ട് ദൈവം നിന്നെ മുടിധരിപ്പിക്കുന്നത്. നിന്റെ സഹനങ്ങളും നൊമ്പരങ്ങളും ഒക്കെ ഒരു പ്രാർത്ഥനയായി, ആരാധനയായി നീ മാറ്റുമ്പോൾ ദിസ് ഹാപ്പനിങ് ഇൻ യു. നീ നിന്റെ വേദനകളെ പ്രാർത്ഥനയാക്കി മാറ്റുമ്പോ ദൈവം നിന്റെ അഭിഷേകം തന്ന് നിന്നെ ഉയർത്താൻ പോവുക. അങ്ങനെ ഇരിക്കുമ്പോ പറയുക, സാപത്തിന്റെ തലേന്നാളും സാപത്തിലും അമാവാസിയിലും ഒഴികെ മറ്റെല്ലാ ദിവസവും അവൾ പിന്നെ പ്രാർത്ഥനയായി മാറി. അവൾ വിധവയല്ല, അവൾ പ്രാർത്ഥനക്കാരിയായി മാറുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കാനായിട്ട് ഹോളോഫർനെസ് തീരുമാനിക്കുക. ഹോളോഫർനെസ് തീരുമാനിച്ചു, ഇതാ ദേശത്ത് മതിൽ കെട്ടി വെള്ളം കിട്ടുന്ന കാര്യം ഒഴിഞ്ഞ് വെള്ളം വരുത്തില്ല ദേശത്തേക്ക്. ജനം കീഴടങ്ങാതെ ഇനി ദേശത്ത് വെള്ളം തരുന്ന രാജാവ് പ്രഖ്യാപിച്ചിരിക്കുക. പേടിത്തൊണ്ടന്മാരായ പുരുഷന്മാര്, നട്ടലില്ലാത്ത പുരുഷന്മാര്, അവന്മാര് പറഞ്ഞു, 5 ദിവസം കൂടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു നോക്കട്ടെ. 5 ദിവസം മഴ പെയ്തില്ലെങ്കിൽ നമ്മള് ഹോളോഫർനെസിന് അടിയറവ് പറയുക. പ്രാർത്ഥിക്കാത്തവൻ നട്ടലില്ലാത്തവര് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. വിധവയായ യൂദിത്ത് ഇത് കേട്ട് യൂദിത്ത് പറയുക, നിങ്ങൾ എന്താ ഈ പറഞ്ഞിരിക്കുന്നത്? ഈ 5 ദിവസത്തിനകം ദൈവം നമ്മെ രക്ഷിക്കാൻ അവിടത്തേക്ക് ഇഷ്ടമില്ലെങ്കിൽ
തന്നെയും തനിക്ക് ഇഷ്ടമുള്ള ഏത് സമയത്തും നമ്മെ രക്ഷിക്കാനോ ശത്രുക്കളുടെ മുമ്പാകെ നമ്മെ നശിപ്പിക്കാനോ അവിടത്തേക്ക് കഴിയും. God can do anything. നശിപ്പിക്കാനും രക്ഷിക്കാനും ദൈവത്തിന് കഴിയും. അറിയോ മക്കളെ? കർത്താവ് ഞാനാ നിങ്ങളെ മുറിവേൽപ്പിക്കാനും സുഖപ്പെടുത്താനും കർത്താവിന് കഴിയും. ജീവിതത്തിന്റെ മുറിവുകളൊക്കെ സ്വർഗത്തിൽ നിന്ന് തന്നെ പാനപാത്രമാണെന്നൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? ജീവിതത്തിന്റെ സങ്കടങ്ങളും നമ്മൾ തെറ്റിത്തെറിപ്പിൽ ആൾക്കാരെ അല്പം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വെക്കും. ദൈവം നിന്റെ ജീവിതം സേക്രഡ് വെസൽ മക്കളെ. സഫറിംഗ് ഈസ് എ സേക്രഡ് വെസൽ. ധൈര്യം കൊണ്ട് പിടിച്ചു വെല്ലുവിളിച്ച പരിശുദ്ധാത്മാവ് ഇത് പറഞ്ഞു തരുന്നത്. Suffering is a sacred vessel. അവള് പറയുക സുഖപ്പെടുത്തൽ രക്ഷിച്ചില്ല വേണ്ടെന്നേ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ ലക്ഷ്യങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. Do not try to control God. ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട് മക്കളെ. ഒരുപക്ഷെ നമ്മളതിന് പ്രാർത്ഥന ദൈവമേ let thy will be done. ദൈവമേ നിന്റെ ഇഷ്ടം. മാതാവ് ഇപ്പുറത്ത് പറയാൻ നമുക്ക് പിന്നെ വരാം അങ്ങോട്ട്. ഇതാ പറയുക, ഭീഷണിക്ക് വഴങ്ങാനും തർക്കിച്ച് കീഴടക്കാനും ദൈവം മനുഷ്യരെ പോലല്ല. അതിനാൽ അവിടുത്തെ രക്ഷയ്ക്കായി നാം കാത്തിരിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ വിളിച്ച് സഹായം അപേക്ഷിക്കാം. അവിടുത്തെ പ്രസാദിക്കുന്നെങ്കിൽ നമ്മളെ സ്വരം ശ്രമിക്കും. ദൈവമക്കളെ, ഒരു ഓർമ്മപ്പെടുത്തലാണ് ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരന്തങ്ങളും ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. വീണ്ടും തിരുവചനം പെട്ടെന്ന് മുന്നോട്ട് പോവുക. അവളിത് പറഞ്ഞപ്പോൾ അവൾ വീണ്ടും പറയുക, അവരുടെ ഹൃദയങ്ങളെ പരീക്ഷിച്ചതുപോലെ അവിടെ നമ്മെ അഗ്നിയിൽ പരീക്ഷിക്കുകയോ നമ്മളോട് പ്രതികാരം ചെയ്യുകയോ ചെയ്തില്ല. തന്നോട് അടുപ്പമുള്ളവരെ അവിടുന്ന് പ്രഹരിക്കുന്നത് ശാസന എന്ന നിലയാണ്, ഒരു തിരുത്തലിന്, ഒരു അനുഗ്രഹത്തിൻ്റെ തുടക്കമായിട്ട് ജീവിതത്തിൻ്റെ നൊമ്പരങ്ങൾ. പൗസിയ പറഞ്ഞു, നീ പറഞ്ഞതെല്ലാം ആത്മാർത്ഥതയോടെയാണ് ഞങ്ങൾ കേട്ടത്. കാരണം നിന്ന് ആദ്യമായല്ല നിന്റെ ജ്ഞാനം വെളിപ്പെടുന്നത്. നിന്റെ ഹൃദയം സത്യസന്ധമായതിനാൽ ജനമെല്ലാം ആദ്യം മുതലേ നിന്റെ ജ്ഞാനം അംഗീകരിച്ചിട്ടുണ്ട്. നീ ഭക്തയാകയാൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് മഴ പെയ്ച്ച് നമ്മുടെ ജലസംഭരണികൾ നിറയ്ക്കും, നമ്മൾ തളർന്നു വീഴുകയില്ല. യൂദിത്ത് അവരോട് പറഞ്ഞു, ശ്രദ്ധിക്കുവിൻ, നമ്മുടെ ഭാവി തലമുറകളിലെല്ലാം അറിയപ്പെടുന്ന ഒരു പ്രവൃത്തി ഞാൻ ചെയ്യാൻ പോകുന്നു. പൊന്നുകുട്ട, ഈ സായാഹ്നത്തില് ഈ സമയത്ത് നീ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോ ഭാവി തലമുറകളിൽ നിന്റെ തലമുറകൾ ഏറ്റു പറയാൻ പോകുന്ന ഒരു സംഭവം ഇന്ന് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നെന്ന്. തിരികെത്തിക്കാൻ വന്നൊന്നുമല്ല കേട്ടോ, ഇന്നിവിടെ തിരികെത്തിക്കാൻ വന്നൊന്നുമല്ല, ഞായറാഴ്ച കടം വീട്ടാനും വന്നതല്ല. സംതിങ് ന്യൂ ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ യുവർ ലൈഫ്. ചരിത്രം മാറ്റി എഴുതുന്ന, നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു കാര്യം ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യുക. എന്നിട്ട് നമ്മൾ തുടർന്ന് വായിക്കുക. യൂദിത്ത് സാഷ്ടാംഗം വീണു, ചാരം പൂശി ചാക്കൊടുത്ത് ജെറുസലേം ദേവാലയത്തിൽ സായാഹ്ന ധൂപാർപ്പണത്തിനായ ആ സമയത്ത് അവൾ ദേവാലയത്തിലേക്ക് നോക്കി കർത്താവിനോട് ഉച്ചത്തിൽ നിലവിളിച്ചു. ദേവമക്കളെ നോക്കിയേ, ഒരു പെണ്ണൊരുമ്പെട്ടാൽ നിങ്ങൾ നോക്കിയ സഭയിലെ തീഷ്ണമതികളായിട്ടുള്ള വിശുദ്ധന്റെ പേര് നിങ്ങൾ പറ, ഞാൻ കേട്ടിരിക്കാം. സഭയിലെ വിശുദ്ധന്റെ പേര് നിങ്ങൾ ഞാൻ പറയാം. Whom will you put on the first? വിശുദ്ധരുടെ നിരയിൽ നിങ്ങൾ ആദ്യം കേട്ട് നിർത്താൻ പോകുന്ന വിശുദ്ധന്റെ പേര് പറ. പോട്ടെ, പരിശുദ്ധമ്മയെന്ന് നിങ്ങൾ ഞാൻ കേട്ടു. അത് ഇനി സഭയിൽ ജീവിച്ചിരുന്ന വിശുദ്ധന്റെ ഏറ്റവും മുകളിൽ നിങ്ങൾ ആരെ കൊണ്ടേ വെക്കും? കുറച്ചധികം വിശുദ്ധരെ പഠിച്ചിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ ഞാൻ വെക്കും അമ്മ ത്രേസ്യ. ഇത്രയും പണ്ഡിതയായ, ഇത്രയും ധീരയായ ഒരു വിശുദ്ധ. നമുക്കറിയാലോ നമ്മുടെ അൽഫോൻസാമ്മ. Who can live in Saint Alphonsa? പെണ്ണൊരുപ്പെട്ടാൽ ഒരാത്മീയ ജീവൻ കർമ്മലീത്ത സഭയെ അല്ലെന്ന സഭയത്തിനെ നവീകരിക്കാൻ വേണ്ടി വാളുയർത്തി ഇറങ്ങിയവള്. സഭയിൽ വിശുദ്ധരെയൊക്കെ നോക്ക്. കുഞ്ഞു പെണ്ണ് 12 വയസ്സല്ലേ അവൾക്ക്. ആക്ടസ് ബുദ്ധിയും ബോധവും ഇല്ലാത്ത പെൺകൊച്ച്. അവള് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോൾ she was transformed. Tell me a saint, a male saint. ഞങ്ങൾ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഷുവ
അത് ഈശോയുടെ തീ പിടിച്ചതാണ്. ഈശോയുടെ തീ. അതിനുശേഷം നമ്മുടെ പുണ്യാളിലുണ്ട്, അസീസിലെ ഫ്രാൻസിസ് പുണ്യാളിലുണ്ട്. തീർച്ച സെന്റ് കാതറിൻ ഓഫ് സിയന്നയ്ക്ക് ഉണ്ടായിരുന്നു അതിലെ വൂൺസ്, പഞ്ചക്ഷതങ്ങൾ. പിന്നെ പറ ദൈവങ്ങളെ, വിശുദ്ധര് തെരഞ്ഞെടുപ്പ് ദൈവങ്ങളെ, നിങ്ങൾ ബലപ്പെട്ട, നിങ്ങൾ അഭിഷേകം പ്രാപിച്ച അമ്മ മാതാവിൻ്റെ തിരുനാളിൽ അമ്മ ധ്യാനമല്ലേ നമ്മൾ കാണുക. 10-ാം അധ്യായം. യൂദിത്ത് ഇസ്രായേലിൻ്റെ ദൈവത്തോടുള്ള പ്രലാപവും പ്രാർത്ഥനയും അവസാനിപ്പിച്ചതിന് ശേഷം അവൾ എഴുന്നേൽക്കുക. ഹോളോഫർണസ് രാജാവിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് പെട്ടെന്ന് പറഞ്ഞു, അവനെ ഇല്ലാതാക്കി, അവനെ നശിപ്പിച്ചു. എന്നിട്ട് തിരിച്ചു വരിക. 13-ാം വാക്യം. അവള് പറയുക, തുറക്കൂ, വാതിൽ തുറക്കൂ, ഓപ്പൺ ഓപ്പൺ ദ ഡോർ. ദൈവമക്കളെ, മറിയം വിശ്വാസത്തിന്റെ വാതിൽ എന്ന് പറഞ്ഞു തരുമ്പോ വാതിൽ തള്ളി തുറന്നവളെ പരിശുദ്ധമ്മ. വാതിൽ തള്ളി ഇന്ന് വരെ അടഞ്ഞു കിടന്ന പർദീസായുടെ ആദ്യം ആ കൊച്ചി ആമുഖത്തിൽ വായിക്കുന്നുണ്ടായിരുന്നു, 12 നക്ഷത്രങ്ങളെ കിരീടമാക്കിയ പരിശുദ്ധ പട്ടുമല മാതാവ്. വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം. അധികാരമക്കളെ, ഷീസ് പവർഫുൾ. എന്റെ പൊന്നുമക്കളെ, നിങ്ങളെ ഞാൻ ആവേശം കൊള്ളിക്കാൻ വേണ്ടി പറയാന്ന് വിചാരിക്കല്. Our mother is powerful. She has power over the skies and she has the power over the earth. ഭൂമിയുടെ മേലും സ്വർഗത്തിന്റെ മേലും അധികാരമുണ്ട് മക്കളെ. എന്റെ നൊമ്പരത്തിന്റെ സമയത്ത് നീ അമ്മയെ വിളിച്ച, തുറക്കൂ, വാതിൽ തുറക്കൂ. ദൈവം, നമ്മുടെ ദൈവം ഇപ്പോഴും നമ്മോട് കൂടെയുണ്ട്. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോട് കൂടി അർത്ഥമെന്നുള്ള ഇമ്മാനുവൽ എന്നാവും വിളിക്കപ്പെടും. പിതാവ് മാതാവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞതാണ്. മാലാഖ മത്തായി സുവിശേഷത്തിൽ പിതാവിനോട് പറഞ്ഞു, നീ പേടിക്കണ്ട, നിന്റെ ഭാര്യ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടി അന്ന് അർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. സങ്കടപ്പെട്ടിരിക്കുന്ന മറിയത്തിൻ്റെ അടുക്ക് വന്ന് യോസേപ്പ് പിതാവ് തട്ടിപ്പറഞ്ഞു, മോളെ നീ ഭയപ്പെടണ്ട, ഞാൻ നിനക്കൊണ്ടടി, ഞാൻ നിനക്കൊണ്ടടി, ഞാൻ നിനക്കുണ്ട്, ഞാൻ നിനക്കുണ്ട്. ദൈവം തരുന്നപ്പം നാട്ടുകാരെന്ത് വേണേലും പറഞ്ഞോട്ടെ, നിയമപ്രകാരം കല്ലെറിഞ്ഞു കൊല്ലാൻ തന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. ദൈവങ്ങളെ, വചനം നമ്മളെ കരയിക്കണം. ദൈവത്തിന്റെ വചനം നമ്മളെ കരയിക്കണം. ദൈവത്തിന്റെ വചനം നമ്മളെ കരയിക്കുമ്പോ ദൈവത്തിന്റെ വചനം നമുക്ക് അഭിഷേകമായി മാറും. നമ്മൾ വാക്കുകളും അക്ഷരവും വായിച്ചുകൊണ്ടിരിക്കുക. ഇറ്റ്സ് നോട്ട് ദ ലെറ്റേഴ്സ് ടു ബി റെഡ്. മക്കളെ, അക്ഷരമല്ല വായിക്കേണ്ടത്, ആത്മാവിനെയാണ് വായിക്കേണ്ടത്. ഇറ്റ് ഈസ് നോട്ട് ദ ലെറ്റേഴ്സ് ദാറ്റ് ടു ബി റെഡ്, ഇറ്റ് ഈസ് ദ സ്പിരിറ്റ് ദാറ്റ് ഷുഡ് ബി റെഡ്. നമ്മളെ ആത്മാവിനെ നമ്മൾ പുസ്തകത്തെ വചനം ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ബൈബിളിലെ ആത്മാവിനെ വായിക്കാൻ ദൈവത്തിന്റെ വെളിപാടുകൾ സ്വീകരിക്കുമ്പോൾ നീ ബലപ്പെടും. നോക്കിക്കേ, നേരത്തെ ആദ്യത്തെ ആമുഖത്തിൽ പറഞ്ഞായിരുന്നു, വിധവയായിരുന്നവളെ പിടിച്ച് രാജ്ഞിയാക്കാൻ കൊണ്ടുവരിക കർത്താവ്. ദാറ്റ്സ് എ പൊട്ടൻഷ്യാലിറ്റി. നിന്നിലൊരു അഭിഷേകമുണ്ട് കുഞ്ഞ്. ഇന്ന് പിടിക്കുന്ന സകല ചേട്ടന്മാരുടെ പണങ്ങല് എന്ത് പിടിക്കുന്ന സകലരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് പോലെ ഇന്ന് നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കല്ല, ഇതിനപ്പുറത്തുള്ളൊരു കാര്യത്തിലേക്ക് സഭയിൽ നിന്ന് തളർന്നുകൊണ്ടൊക്കെ ഇരിക്കുമ്പോ ഇതാ യൂദിത്ത് വന്നിട്ട് മുട്ടി വിളിക്കുക, തുറക്കൂ, വാതിൽ തുറക്കൂ. ദൈവം, നമ്മുടെ ദൈവം ഇപ്പോഴും നമ്മോട് കൂടിയുണ്ട്. ഇസ്രായേലിൽ തന്റെ പ്രാബല്യവും He will manifest മക്കളെ his power. അവന്റെ ശക്തി പ്രകടമാകും. ഈ കുർബാനയിൽ അവന്റെ ശക്തി പ്രകടമാകാൻ പോവുക. ഇന്നത്തെ പോലെ ഇതാ ശത്രുക്കൾക്കെതിരെ തന്റെ ശക്തിയും അവിടുന്ന് വെളിപ്പെടുത്തും. അവൾ ഉച്ചത്തിൽ പറഞ്ഞു, ദൈവത്തെ സ്തുതിക്കുമെന്ന്. നോക്കിയേ, മേരി, my soul magnifies the Lord, my spirit rejoices. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. നമ്മൾ വല്ലാതെ എക്സാജറേറ്റ് ചെയ്തൊക്കെ കാണുന്നുണ്ട്. യൂദയായിലെ മലഞ്ചെരുവിലെ ഒരു സങ്കടം ഒരു പ്രാർത്ഥനയായി മാറിയതാ വാസ്തവത്തിൽ സ്തോത്രഗീതം. യൂദാ മലഞ്ചെരുവിലെ ഒരു നിലവിളി ഒരു പ്രാർത്ഥനയായി മാറിയതാ. പൊന്നുകുഞ്ഞെ, ഈ ആലയത്തിൽ ഇരിക്കുന്ന നീ ഏങ്ങലടിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ കണ്ണിൽ നിന്ന് കണ്ണീരിറ്റ് വീഴുന്നുണ്ടെങ്കിൽ, ആ ഏങ്ങലടിയെ, ആ കണ്ണീർ തുള്ളിയെ ഒരു പ്രാർത്ഥനയാക്കാം. അവൾ ഉച്ചത്തിൽ പറഞ്ഞു, ദൈവത്തെ സ്തുതിക്കുവിൻ,
അവിടുത്തെ പുകഴ്ത്തുവിൻ. ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് തന്റെ കാരുണ്യം പിൻവലിക്കാത്തവൻ, നീ ആരുമായിക്കൊള്ളട്ടെ, ഏത് ജാതിയിലോ ഏത് മതത്തിലെ പെട്ട വ്യക്തി ആയിക്കൊള്ളട്ടെ, ഈ സമയത്ത് ഈ വചനം കേട്ടുകൊണ്ട് നീ ഇരിപ്പുണ്ടെങ്കിൽ, പരിശുദ്ധ പട്ടുമല മാതാവിന്റെ അനുഗ്രഹത്തോടെ നീ വന്നിട്ടുണ്ടെങ്കിൽ, ഉറപ്പാ കൊച്ച്, 8 ദിവസം ഞാൻ പറയുക, 8 ദിവസത്തിനുള്ളിൽ ദൈവത്തിന്റെ ശക്തിയുള്ള കരം, അത്ഭുത കരത്തിന്റെ ജീവിതം കാണാൻ പോവാ. എന്തുമായിക്കൊള്ളട്ടെ എന്റെ സങ്കടങ്ങൾ, ഈ രാത്രി എന്റെ കരത്താൽ നമ്മുടെ ശത്രുക്കളെ നശിപ്പിച്ചവനും ആയ ദൈവത്തെ സ്തുതിക്കുവിൻ. വീണ്ടും പറയുക, 17-ാം വാക്യം, ജനം അത്ഭുത പരതന്ത്രരായി. ഇന്നലെ വേളാങ്കണ്ണിയിൽ, ഇന്നലെയല്ലേ 29-ാം തീയതി, വേളാങ്കണ്ണിയിൽ അവങ്ങളെ കൊടിയുയരുമ്പോൾ നിങ്ങൾ കണ്ടു കാണും, ലക്ഷക്കണക്കിന് മനുഷ്യർ. ഇവിടെ കൊടിയുയർന്നപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഒച്ചത്തിൽ വിളിക്കും, ആവേ മരിയ. എന്ത് പറ്റി നിങ്ങൾക്ക്? എന്ത് പറ്റി നിങ്ങൾക്ക്? അമ്മയ്ക്കൊരു സ്തോത്രം പറയാൻ നിങ്ങൾക്ക് തൊണ്ടയില്ലേ? അമ്മയ്ക്കൊരു സ്തോത്രം പറയാൻ നിങ്ങൾക്ക് നാക്കില്ലേ? ഞാൻ ഓർത്തോ കൊടിയുയർന്നപ്പോൾ നിങ്ങൾ വിളിക്കും, ആവേ മരിയ. ഒന്ന് ഇരുകരങ്ങൾ ഉയർത്തി വിളിച്ച്, ആവേ മരിയ. ഇതെന്നാ മരിയയാണ് വിളിച്ചത്, വേറെ എന്നാ മരിയ? ഒച്ചത്തിൽ 2 കൈയും നീട്ടിപ്പിടിച്ച മക്കളെ, ഒച്ചത്തിൽ വിളിക്കുക, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. അടുത്ത കൊല്ലം കൊടിയുയർമ്പോ ചേച്ചിമാര് വിളിച്ചോണം. ഇത് നീലസാരി വെച്ചിട്ട് ഈനോ പേര് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വിളിക്കാൻ പറ്റിയ പിതാരെ വിളിക്കുന്നത് നിങ്ങളുടെ രാജ്ഞിയെ, നിങ്ങളുടെ അമ്മയെ വിളിച്ചിരുന്നെങ്കിൽ അത്ഭുതം ആ മണ്ണിൽ നടന്നേനെ. ആവേ മരിയ. ഒച്ചത്തെ വിളിക്ക, ആവേ മരിയ. ഒച്ചത്തെ വിളിക്ക, ആവേ മരിയ, ആവേ മരിയ. മകള് അവള് തിരിച്ചെത്തുക. ജനം അത്ഭുത പരതന്ത്രരായി ദൈവത്തെ ഏകസ്വരത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ ദൈവമേ, അമ്മയല്ല നമ്മുടെ ദൈവം. കിരീടം വെച്ച് ഇവളെ നമുക്ക് രാജ്ഞിയായി തന്നൊരമ്മയുണ്ട്, ഒരു ദൈവമുണ്ട്. ദൈവം വാഴ്ത്തപ്പെടട്ടെ. രാജാവ് പറയാ, ഇസ്രായേൽ രാജാവ്, മോളെ, ഈ ഭൂമിയിലെ സ്ത്രീകളിൽ വെച്ച് ആരോടാ? യൂദിത്തിനോട്, വിധവയോട് പറയുന്ന വാക്യം കേൾക്കണോ? മകളെ, ഭൂമിയിലെ സ്ത്രീകളിൽ വെച്ച് അത്യുന്നതനായ ദൈവത്താൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ടവളെ. വിധവയാ, മക്കളില്ലാത്തവള്, ഭർത്താവില്ലാത്തവള്, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരാത്തവള്, മട്ടുപ്പാവിൽ ഒരു ജനൽ തുറന്ന് ജോസേ ദേവാലയത്തെ നോക്കി ദൈവമേ 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 എന്ന് 24 മണിക്കൂർ ജനം കേൾക്കുന്നൊരു നിലവിളിയുണ്ട്. ദേശത്തെ കന്യകാമഠമായിരുന്നത്, നമ്മുടെ ആ ദേശത്തെ സേവനാലയമായിരുന്നത്. സേവനാലയത്തിൽ തിരികത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ സിസ്റ്ററെ? എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ സിസ്റ്ററെ? സിസ്റ്റർ മിണ്ടുന്നില്ല എന്നോട്. ഉണ്ടോ? ഉണ്ട്. ഇതുപോലെ ആ നാട്ടിലെ സേവനാലയമാണ്. ആ മലമുകളിൽ പണിതു വെച്ച സേവനാലയത്തിന്റെ പേരാ യൂദിത്തിന്റെ ഭവനം. അവിടുന്ന് ഇറങ്ങും മക്കളെ, അവിടുന്ന് ഒഴുകും കൃപ. പറയുക, നീ ഭൂമിയിലെ സ്ത്രീകളിൽ വെച്ച് അത്യുന്നതനായ ദൈവത്താൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ടവളാണ്. ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചവനും ശത്രു നേതാവിനെ തല തകർക്കാൻ നിന്നെ നയിച്ചവനുമായ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ജനം ദൈവത്തിന്റെ ശക്തി അനുസ്മരിക്കുമ്പോൾ നീ ദൈവത്തിൽ അർപ്പിച്ച പ്രത്യാശ അവരുടെ ഹൃദയങ്ങളിൽ വിട്ടുപോവില്ല. മറിയം നമുക്കൊരു ധൈര്യമല്ലേ മക്കളെ? ഷീ ഈസ് ദ പ്രീഫിഗുരേഷൻ ഓഫ് മേരി. യൂഡിത്ത് മറിയത്തിന് മുമ്പേ നടന്നവളാ. മറിയത്തിന്റെ മുമ്പേ പറഞ്ഞ പക്ഷിയുടെ പേരാ യൂദിത്ത്. വീണ്ടും പറയുക, നീ ദൈവത്തിൽ അർപ്പിച്ച പ്രത്യാശയുടെ വർഷമായത് ജൂബിലിയാ. ഇത് നിനക്കൊരു ശാശ്വത ബഹുമതിയാകാൻ ദൈവം കനിയട്ടെ. അനുഗ്രഹങ്ങളാൽ അവിടുന്ന് നിന്നെ നിറയ്ക്കട്ടെ. എന്തെന്നാൽ നമ്മുടെ ദേശം അപമാനിതമായപ്പോൾ ചരിച്ച് ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് നാശത്തിൽ നിന്ന് അതിനെ രക്ഷിച്ചു. അങ്ങനെ തന്നെ ആമേൻ ആമേൻ ജനം ഉദ്ഘോഷിച്ചു. ദൈവമക്കളെ, അവസാനിപ്പിക്കുക. മറിയത്തിന് മുമ്പേ നടന്നൊരു പെൺകുട്ടിയുടെ കഥ ഞാൻ പറഞ്ഞു തന്നു. മറിയത്തിൻ്റെ പിന്നാലെ നടന്നൊരു പെൺകുട്ടിയായി, ഒരു മകനായി, മകളായി ജീവിക്കാൻ അവളുടെ നൊമ്പരങ്ങളുടെ കഥ പറയുമ്പോൾ ഇനിയും വരുന്ന അച്ഛന്മാരത് ബാക്കി പറഞ്ഞോളും. ഞാനിവിടെ അവസാനിപ്പിക്കുക മക്കളെ.
നോക്കിക്കേ, മറിയത്തിൻ്റെ ജനലായിരുന്നു യൂദിത്ത്. ഇത് നിങ്ങൾ ബൈബിളിലുള്ളതാണ് കേട്ടോ. ഇത് അഭിഷേക വചസ്സാണ്. ജീവിതത്തിൻ്റെ നൊമ്പരങ്ങൾ യൂദിത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായം മുതൽ ഒച്ചത്തിൽ നിന്ന് വായിച്ച് അമ്മമാരുടെ സങ്കടങ്ങളൊക്കെ അകന്നു പോകും. ഈ സമയത്ത് പരിശുദ്ധ പട്ടുമല മാതാവ് ദൈവമക്കളെ നമ്മളെ സഹായിക്കട്ടെ. അത്യുന്നതനായ ദൈവം അവിടെ നിന്നും നമ്മോട് കൂടിയുണ്ട്. നമുക്കുള്ള വീടിൻ്റെ പേരാണ്, നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട വാതിലിൻ്റെ പേരാണ്. പറയാൻ കുറച്ചധികം ഉണ്ടായിരുന്നു, നിർത്തുക ഞാനിത്. ലൂക്കാസ് വിശേഷത്തിൽ ഒരു മാലാഖയുടെ മുമ്പിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു പെൺകുട്ടി, 12-14 വയസ്സുള്ള ഒരു പെൺകുട്ടി. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആൾത്താരുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയായിട്ടൊന്നും കാണരുത്. കൊച്ചുനാളിൽ അപ്പനും അമ്മയും ഒക്കെ നഷ്ടപ്പെട്ടിട്ട് സ്നേഹിക്കാൻ ആരുമില്ലാതിരുന്നൊരു പെൺകുട്ടി. അവളുടെ കല്യാണം ഉറപ്പിച്ചപ്പോൾ മാലാഖ വന്ന് പറയുക, നീ ഗർഭിണിയാണ്. മറിയം ചോദിച്ചു, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല, പിന്നെ അങ്ങനെ ഗർഭിണി? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ എഴുന്നള്ളി വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അവൾ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ. എന്തൊരു സുന്ദരമായത്! അങ്ങനെ വാതിൽ തള്ളി തുറക്കുക. കൃപയുടെ വാതിലൊക്കെ ഇങ്ങനെ തള്ളി തുറന്ന് നിൽക്കുന്ന അമ്മ. നമുക്ക് മുമ്പോട്ട് പോയാൽ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് മരണത്തിൻ്റെ വാതിൽ തള്ളി തുറക്കുക. അവള് ദുഃഖത്തിൻ്റെയും നിരാശയുടെയും കുറ്റബോധത്തിൻ്റെയും പാപത്തിൻ്റെയും വാതിൽ അവൾ തള്ളി തുറക്കുക. യോഹന്നാൻ എഴുതി വെച്ചു. അവിടെ വെച്ച് അവൾ അബ്രാം പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. യോഹന്നാൻ്റെ സുവിശേഷം വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ ആ അമ്മ വാതിൽ തുറന്ന് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അമ്മേ, പട്ടുമലേ അമ്മേ, ഈ പൊന്നു മക്കൾ ഇപ്പോൾ എന്ത് പ്രാർത്ഥിക്കുന്നുവോ അക്കാര്യത്തിലേക്ക് ഇടപെടണമേ. ആമേ. കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ